ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. BC 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. AD 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പുകയിലയിലെ വില്ലനായ ഒരു രാസപദാർത്ഥത്തിന് നിക്കോട്ടീൻ എന്ന പേര് ഉണ്ടായത്. അക്കാലത്ത് ഇതൊരു ദിവ്യ ഔഷധമായാണ് യൂറോപ്യന്മാർ കരുതിയിരുന്നത്. തൊണ്ടവേദന മുതൽ പ്ലേഗ് രോഗത്തിനു വരെ അവർ പുകയില മരുന്നായി ഉപയോഗിച്ചു. 19ാം നൂറ്റാണ്ടിൽ മെഷീനുകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെയാണ് പുകവലി ഒരു ആഗോള മഹാമാരിയായി മാറിയത്. യുദ്ധകാലങ്ങളിൽ സൈനികർക്ക് റേഷന്റെ കൂടെ സിഗരറ്റ് സൗജന്യമായി നൽകിയിരുന്നു. ഇത് പുകവലി ലോകമെമ്പാടും പടരാൻ കാരണമായി. ഇന്ന് നമ്മൾ പുകവലിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇതിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്ന് പുകവലിക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഡോക്ടർമാർ തന്നെ പണ്ടൊരിക്കൽ സിഗരറ്റ് പരസ്യങ്ങളിലെ പ്രധാന മുഖങ്ങളായിരുന്നു. ഒരു 50-60 വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഡോക്ടർമാർ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയും മെഡിക്കൽ ജേർണലുകൾ സിഗരറ്റ് പരസ്യങ്ങളാൽ നിറയുകയും ചെയ്ത ഒരു കറുത്ത കാലം പുകയിലയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാണ്. കൂടുതൽ ഡോക്ടർമാരും വലിക്കുന്നത് ക്യാമൽ സിഗരറ്റുകളാണ് എന്നതായിരുന്നു 1930കളിലും 40കളിലും അമേരിക്കയിൽ തരംഗമായ ഒരു പരസ്യവാചകം. വെള്ള കോട്ടിട്ട് സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഡോക്ടർമാരുടെ ചിത്രങ്ങൾ അക്കാലത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം സ്ഥിരമായിരുന്നു. തൊണ്ടവേദനയും ചുമയും മാറാൻ ചില പ്രത്യേക ബ്രാൻഡ് സിഗരറ്റുകൾ നല്ലതാണെന്ന് പോലും ഡോക്ടർമാരെ കൊണ്ട് കമ്പനികൾ പറയിപ്പിച്ചു. ഈ സിഗരറ്റ് നിങ്ങളുടെ തൊണ്ടയ്ക്ക് സുരക്ഷിതമാണ് എന്ന രീതിയിലായിരുന്നു പരസ്യങ്ങൾ. ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേർണലുകളായ ദി ജേർണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തുടങ്ങിയവയിൽ പോലും വർഷങ്ങളോളം സിഗരറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ വലിയ പേജുകളിൽ അച്ചടിച്ചു വന്നു. തങ്ങളുടെ സിഗരറ്റുകൾ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ ഗവേഷണങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തു. അക്കാലത്ത് പുകവലി വലിയൊരു ആരോഗ്യ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. ശ്വാസകോശ ക്യാൻസറും പുകവലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ചെറിയ സംശയങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭയം മാറ്റാൻ കമ്പനികൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഡോക്ടർമാരെ കൊണ്ട് തന്നെ പരസ്യം ചെയ്യിക്കുക എന്നത്. ഡോക്ടർമാർ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമായി. എന്നാൽ 1950കളുടെ മധ്യത്തോടെ കഥ മാറി. ഡോൾ, ഹിൽ എന്ന 2 ബ്രിട്ടീഷ് എപ്പിഡമിയോളജിസ്റ്റുകൾ ശ്വാസകോശാർബുദം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളാണ് ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയാം. റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാർ പോലുള്ള വസ്തുക്കളോ പുകയോ ഒക്കെ ആവാം ഇതിന് കാരണം എന്ന ചിന്തയിൽ ആരംഭിച്ച പഠനത്തിൽ 650ഓളം ശ്വാസകോശാർബുദ രോഗികളിൽ വെറും 2 പേർ മാത്രമേ പുകവലിക്കാർ അല്ലാത്തവരായി ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് 10,000-കണക്കിന് ഡോക്ടർമാരുടെ പുകവലി ശീലങ്ങൾ ചോദിച്ചറിഞ്ഞുള്ള പഠനങ്ങളും ദശകങ്ങളോളം അവർക്കിടയിലെ മരണവും തുടർ നിരീക്ഷണവുമായി പഠനം നീണ്ടു. പുകവലി ശീലത്തിന് അർബുദവുമായി മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിഞ്ഞു. പുകവലിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു. പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വന്നു. 1962 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സിഗരറ്റ് പരസ്യം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പതിയെ പലയിടത്തും പൊതുമാധ്യമങ്ങളിലും ഇതുപോലെ തീരുമാനങ്ങൾ വന്നു. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പൊതുപരിപാടികളിൽ വലിക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. ഒളിച്ചും പതുങ്ങിയും പുകച്ചും വലിച്ചും ആളുകൾ വലിഞ്ഞു. പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നുവെന്ന ദയനീയമായ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. അഭ്യസ്ത വിദ്യരും സാമൂഹിക നായകരും ആയ പലരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ കണ്ടത് അന്തം വിട്ടിരുന്ന് വായിക്കാനും മനസ്സിൽ സഹതപിക്കാനും മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ.
പുകവലിക്കാരെ അപമാനിക്കുന്ന വിധമാണ് ഇവിടെ നടക്കുന്ന പുകയില വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണങ്ങളെന്ന് ഏതോ ഒരു വിപ്ലവകാരി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പുകവലിച്ചാൽ ക്യാൻസർ എന്ന രോഗം വരുമെന്നും ക്യാൻസർ വന്നാൽ ദയനീയമായി മരിക്കുമെന്നുമുള്ള പ്രചാരണം ക്യാൻസർ രോഗികളെ പോലും അപമാനിക്കുന്നതാണെന്ന് മറ്റൊരുവൻ. ചുംബന ആലിംഗന സമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂ ജനറേഷൻ സമരത്തിനു കൂടി കേരളം ഉടൻ സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. പൊതുനിരത്തിൽ ഒരുമിച്ചിരുന്ന് പുകവലിച്ചും പരസ്പരം മുഖത്തേക്ക് പുകയൂതി രസിച്ചും അവർ വാർത്തകളിൽ നിറയുകയും ചെയ്യും. ദൃശ്യമാധ്യമങ്ങളിൽ ആ ദിവസങ്ങളിൽ 9 മണി ചർച്ചയ്ക്ക് ഒരു പുകമയമായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓ, ഈ പുകവലി അത്ര പ്രശ്നമുള്ളതൊന്നുമല്ലല്ലോ എന്ന്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ചിലരുടെയൊക്കെ ബുദ്ധിയിലും ചിന്തയിലും ക്യാൻസർ വന്നാൽ പിന്നെന്ത് ചെയ്യും? രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ നമുക്ക് പേടിയാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികളെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി നോക്കും. പേടി കാരണം ഒരാപ്പിളോ മുന്തിരിയോ പോലും നമ്മൾ കടയിൽ നിന്നും വാങ്ങാൻ മടിക്കും. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ആരോ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് വിശ്വസിച്ച് കാശു കൊടുത്തു വാങ്ങിച്ച യൂഫോർബിയ ചെടികളെ വെട്ടിയെരിഞ്ഞ് കടലിലെറിയും. പക്ഷേ അപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും ജീവന്റെ ധവള ധൂമം ഒരു ധൂമക്കുറ്റിയിൽ നിന്നെന്ന പോലെ ബഹിർഗമിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, അവനവന്റെ ജീവനെയും സ്വത്തിനെയും വിലമതിക്കാഞ്ഞിട്ടുമല്ല. ക്ഷണിക നേരത്തെ ആ സുഖം വേണ്ടെന്ന് വയ്ക്കാൻ കഴിയാത്തതിനാലാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നതെന്ന്. ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വിട്ട് ഇനി അല്പം ശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് പുകവലി ഹാനികരമാണെന്ന് പറയുന്നത്? പുകയിൽ ഹൈഡ്രജൻ സയനൈഡ്, അസറ്റോൺ, മെഥനോൾ, ടുളുവിൻ, DDT, നാഫ്തലിൻ, ആർസനിക്, ബ്യൂട്ടേൻ മുതലായ 4000-ഓളം രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 200-ൽ പരം രാസവസ്തുക്കൾ വിഷവസ്തുക്കളാണെന്നും അവ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവയിൽ തന്നെ പൈറീൻ, നാഫ്തൈലാമീൻ, ഡൈബെൻസാക്രിഡൈൻ, പൊളോണിയം, വിനൈൽ ക്ലോറൈഡ്, ബെൻസോ പൈറീൻ തുടങ്ങി 50-ൽ പരം രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുകവലിയെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന 1-2 രാസവസ്തുക്കളെ പറ്റി അല്പം കാര്യങ്ങൾ വിശദമായി പറയാം. നിക്കോട്ടിൻ. ഒരു സിഗരറ്റിൽ 10 മില്ലിഗ്രാം നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഒരു സിഗരറ്റ് വലിച്ചാൽ 2 മില്ലിഗ്രാം രക്തത്തിലെത്തുന്നു. രക്തത്തിലെത്തുന്ന നിക്കോട്ടിൻ 10 സെക്കൻഡിനുള്ളിൽ തലച്ചോറിലെത്തുന്നു. അത് അവിടെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കൂട്ടുന്നു. ഈ ഡോപ്പമിനാണ് പുകവലിക്കുമ്പോൾ ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ഇത് നോർ അഡ്രിനാലിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനവും കൂട്ടും. അതാണ് പുകവലിക്കുമ്പോൾ തോന്നുന്ന ഉത്തേജനത്തിന്റെ രഹസ്യം. പക്ഷേ ഈ ക്ഷണിക നേരത്തെ ആനന്ദവും ഉത്തേജനവും വലിയ ദോഷങ്ങൾക്കുള്ള നിലമൊരുക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. കാർബൺ മോണോക്സൈഡ്. പുകയിലെ പ്രധാന വാതകം ഇതാണ്. ഒരു സിഗരറ്റിൽ 2 മുതൽ 6% വരെ കാർബൺ മോണോക്സൈഡ് അടങ്ങിയിരിക്കുന്നു. രക്തത്തിൽ കലർന്ന് രക്തത്തിന്റെ ഓക്സിജൻ വിതരണ സങ്കേതങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല, രക്തത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്കുള്ള കഴിവും ഇല്ലാതാക്കുന്നു. അങ്ങനെ കോശങ്ങൾ പ്രാണവായു കിട്ടാതെ മൃതപ്രായരാകുന്നു. തലച്ചോറിലും ഹൃദയത്തിലുമൊക്കെ ഈ പ്രക്രിയ നിരന്തരം നടന്നാലുള്ള ദോഷങ്ങൾ പറയേണ്ടതില്ലല്ലോ. ടാർ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യത്തിൽ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ടാർ. ഇത് ശരീരകലകളിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്യാൻസറിന്റെ സംഘാടകരിൽ പ്രധാനി ഇവൻ തന്നെ. പുകവലി കൊണ്ടുവരുന്ന ക്യാൻസർ ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ശരീരകോശങ്ങളിലും അത് ജനിതക മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം, ശബ്ദപേടകം, ആമാശയം എന്നിവിടങ്ങളിലാണ്. കൂടാതെ പക്ഷാഘാതം, നിരവധിയായ ഹൃദ്രോഗങ്ങൾ, ഹൃദയസ്തംഭനം, അമിത രക്തസമ്മർദ്ദം, വന്ധ്യത തുടങ്ങി ഒരുവിധം എല്ലാ രോഗങ്ങളും ഇതുമൂലമുണ്ടാകാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണകാരണമായി അറിയപ്പെടുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. ഇതേപ്പറ്റിയുള്ള ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി. ലോകാരോഗ്യ സംഘടന. ലോകത്ത് ഒരു വർഷം 30 ലക്ഷം ആളുകൾ പുകയിലജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നു. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നില തുടർന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇത് 3 സെക്കൻഡിൽ ഒരാൾ വീതം എന്ന സ്ഥിതിയിലാകും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇന്ത്യയിൽ വർഷം തോറും 3.5 കോടിയിലധികം ആളുകൾ പുകവലി കാരണം രോഗബാധിതരാകുന്നു. അതിൽ 7 ലക്ഷം പേർ മരണമടയുന്നു. കേരളത്തിൽ പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറിന്റെ 52%, സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിന്റെ 18% പുകയിലയുടെ ഉപയോഗം കാരണമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ ക്യാൻസർ മൂലം മരിക്കുന്നവരിൽ 90% ആളുകൾ പുകവലിക്കുന്നവരാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തേക്കാൾ കുറവാണ് ലോകത്താകമാനം ഇന്നോളം ഉണ്ടായിട്ടുള്ള സകല യുദ്ധങ്ങളിലും കൂടി മരണമടഞ്ഞവർ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം.